ശ്രീനിവാസ്, ചങ്ങനാശ്ശേരി, സെഞ്ചുറി മഡോൾ, പുഞ്ചവയൽ 504 കോളനി, അനുഗ്രഹരാവ്, കോരുത്തോട് കുഴിമാവ്. ഷംസുദ്ദീന്റെ ബസ് അറിയിപ്പിന് അരനൂറ്റാണ്ടിന്റെ തിളക്കമാണ്. 10:45 കഴിഞ്ഞ ബസ്സുകൾ സ്റ്റാൻഡ് വിട്ടു പോകേണ്ടതാണ്. ഈ അറിയിപ്പ് കേട്ടാൽ അല്പം ബ്രേക്ക് ചവിട്ടി ഇരിക്കുന്ന ഡ്രൈവർമാരും കാലുമാറ്റി ആക്സിലറേറ്ററിലേക്കു കാൽ അമർത്തും. മുണ്ടക്കയം ബസ് സ്റ്റാൻഡിൽ കഴിഞ്ഞ 34 വർഷമായി മൈക്കിലൂടെ കേൾക്കുന്ന ശബ്ദമാണിത്. ഒരു തവണ മുണ്ടക്കയം ബസ് സ്റ്റാൻഡിലെത്തുന്ന ആരും ഈ ശബ്ദം കേൾക്കാത്തവരില്ല. ഏതു പ്രായക്കാർക്കും ഏതു ജില്ലക്കാർക്കും മനസ്സിലാകുന്ന തരത്തിൽ അനൗൺസ്മെന്റ് ചെയ്യുന്ന മുണ്ടക്കയം, മുളങ്കയം, കുന്നംപുറത്ത് ഷംസുദ്ദീൻ ബസ് ജീവനക്കാരുടെ മാത്രമല്ല യാത്രക്കാരുടെയും പ്രായവ്യത്യാസമില്ലാത്ത കൂട്ടുകാരനാണ്. ബസ് സ്റ്റാൻഡും അനൗൺസ്മെന്റും ഒന്നും ഇല്ലാത്ത കാലത്ത് തുടങ്ങിയ ബസിന്റെ വിളിക്കാരൻ തൊഴിലിൽ 50 വർഷം പിന്നിടുമ്പോഴും ശബ്ദത്തിന് ഗാംഭീര്യമുണ്ടായതല്ലാതെ ഒട്ടും പിന്നിലായിട്ടില്ല. പിതാവിന്റെയും പിതൃസഹോദരന്റെയും പാത പിന്തുടർന്നാണ് ഷംസുദ്ദീൻ ബസിന്റെ അറിയിപ്പുകാരനായി എത്തുന്നത്. 10ാം ക്ലാസ് വിദ്യാഭ്യാസം കഴിഞ്ഞ 18 വയസ്സിൽ മുണ്ടക്കയം ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയ ഷംസുദ്ദീന് സ്റ്റാൻഡിൽ കയറി ഇറങ്ങുന്ന ബസ്സുകളുടെ പേരുകളും സമയക്രമവും മനഃപ്പാടമാണ്. പുലിക്കുന്ന കന്നിമലവടി എരുമേലി, പുലിക്കുന്ന കന്നിമലവടി എരുമേലി, ഏലപ്പുറ വട്ടപ്പുറവടി നെടുങ്കണ്ടം. പിതാവ് അബ്ദുൽ ഖാദർ, പിതൃസഹോദരൻ ഹസൻ ബാവ, ഇവരുടെ സുഹൃത്ത് ഈപ്പച്ചൻ എന്നിവരായിരുന്നു 50 വർഷം മുൻപ് മുണ്ടക്കയത്തെ ബസ്സുകളിൽ ആളെ വിളിച്ച് കയറ്റിയിരുന്നത്. 2 മുതൽ 3 രൂപ വരെയായിരുന്നു ബസ്സുകാർ ഷംസുദ്ദീന് നൽകി വന്നത്. 1990-ൽ കടുപ്പറമ്പിൽ KM മത്തായി മുണ്ടക്കയം പഞ്ചായത്ത് പ്രസിഡന്റായി എത്തിയപ്പോഴാണ് നടന്നുള്ള വിളിക്ക് വിരാമമായത്. മുണ്ടക്കയത്തെ സ്റ്റാൻഡിൽ പ്രത്യേക ഇരിപ്പിടം നൽകി. പിന്നീട് മുണ്ടക്കയം സ്റ്റാൻഡിൽ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ വന്നതോടെ അതിൽ ഒരു മുറി എൻക്വയറിക്കായി മാറ്റിവെച്ചു. ഷംസുദ്ദീനൊപ്പം അലിയുടെയും ഈപ്പച്ചന്റെയും മക്കളും അവിടെ അനൗൺസർമാരായി എത്തി. ഷിബു ഈപ്പനും PA നസീറും ഷംസുദ്ദീനും ചേർന്ന് മുണ്ടക്കയത്ത് സ്റ്റാൻഡിലെത്തുന്നവർക്ക് ഏറെ സഹായകരമായി പ്രവർത്തിച്ചു വരുന്നു. ബസ് ജീവനക്കാർ സ്റ്റാൻഡിൽ സമയത്തെ ചൊല്ലി തർക്കമുണ്ടാകുമ്പോൾ മധ്യസ്ഥനായി എത്തി പരിഹരിക്കുന്നതും ഷംസുദ്ദീനാണ്. രാവിലെ ബസ് സ്റ്റാൻഡിലെത്തുന്ന ഷംസുദ്ദീൻ വൈകുന്നേരം വരെ അവിടെ ഉണ്ടാകും. എൻലൈറ്റ് ന്യൂസ്, മുണ്ടക്കയം.